ഒരു മാസം പിന്നിട്ട ആശാ വർക്കർമാരുടെ സമരത്തിനിടയിൽ ആശ്വാസമായാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനമെത്തിയത്. ആശാ വർക്കർമാരുടെ സമരം പരിഹാരമില്ലാതെ തുടരുമ്പോഴാണ് രാജ്യസഭയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സമരം കടുപ്പിക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷന്റെ തീരുമാനം. ഓണറേറിയം 21,000 രൂപയാക്കുക, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ സമരം തുടങ്ങിയത്. തൊട്ടു പിന്നാലെ മന്ത്രി വീണ ജോർജ് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പരാജയപ്പെട്ടു. ആവശ്യങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ മന്ത്രി ആശമാർ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യണമെന്നും ആവർത്തിച്ചു. മഴ നനയാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് കെട്ടിയത് പോലീസ് അഴിപ്പിച്ചതോടെയാണ് സമരം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സമരപ്പന്തലിലേക്ക് ഒഴുകിയെത്തി. സുരേഷ് ഗോപി എത്തിയതിനെ CITU നേതാവ് KN ഗോപിനാഥ് അധിക്ഷേപ പരാമർശത്തിലൂടെയാണ് നേരിട്ടത്. സമരത്തിന് പിന്നിൽ ഈർക്കിലി സംഘടനയാണെന്ന് എളമരം കരീം പലയാവർത്തി പറഞ്ഞു. ഈ വിവാദങ്ങളും അധിക്ഷേപ പരാമർശവും സമരത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. നിയമസഭയിലും പിന്നാലെ ലോക്സഭയിലും ആശമാരുടെ സമരമെത്തി. ഏറ്റവും കൂടുതൽ തുക നൽകുന്നത് കേരളമാണെന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ വാദം. എന്നാൽ ഇത് തെറ്റാണെന്ന് പാർലമെന്റ് രേഖകളിൽ നിന്ന് വ്യക്തമായി. കേരളം 7,000 നൽകുമ്പോൾ സിക്കിം നൽകുന്നത് 10,000 രൂപയാണ്. സമരം ശക്തമായെങ്കിലും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമൊന്നും ഉണ്ടായില്ല. തുടർന്നാണ് നിയമലംഘന സമരത്തിലേക്ക് നീങ്ങാനുള്ള ആശമാരുടെ തീരുമാനം. ഇന്ന് 30 ദിവസം പൂർത്തിയാവുകയാണ്. സമരം ഒരു മാസം പിന്നിടുന്നു. യാതൊരു പുരോഗതിയും കാണുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സമരം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇതുവരെയും സമാധാനപരമായിട്ട് തന്നെയാണ്, ഇനിയും ഈ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെയുള്ള ഒരു ഉപരോധമാണ് ഞങ്ങൾ നടത്തുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഭീഷണി, ആശാ വർക്കർമാർക്ക് നേരെയുള്ള വലിയ തരത്തിലുള്ള നടപടികൾ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് വരുന്നത്. അവർ നമ്മളെ ആക്ഷേപിക്കുകയാണ്, ഇവിടെ ആൾ കുറവ്. എങ്ങനെയാണ് ഇവിടെ ഒരാളിന് കുറവില്ല. ഒരു വിരലിനൊടിച്ചാൽ ആശാ വർക്കർമാർ വരാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. 17-ാം തീയതി ഞങ്ങൾ ശക്തമായ ഉപരോധമാണ്. അതിനുശേഷം നിശ്ചയിക്കട്ടെ, പൊതുജനം നിശ്ചയിക്കട്ടെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന്. 17 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ആശാപ്രവർത്തകരെയും എത്തിക്കാനാണ് നീക്കം. വിവിധ സംഘടനകളുടെ പിന്തുണയും ആശാ വർക്കർമാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.